ഹായ് ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ ഇവിടുത്തെ കാലാവസ്ഥയാണ് ഇത്. ശക്തമായ കാറ്റും മഴയാണ്. ഇന്നലെ ഇതുപോലെ തന്നെയായിരുന്നു, കാറ്റും മഴയും. പല സ്ഥലങ്ങളിലും കറണ്ടൊന്നും ഇല്ല. അപ്പോൾ ഞങ്ങൾക്കിന്ന് രാവിലെ പൊൽച്ചയ്ക്കാണ് കറണ്ട് പോയത്. അതിനുശേഷം ഉച്ച ആയി കറണ്ട് വരുമ്പോൾ. അപ്പം കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാനിന്ന് കഞ്ഞി വെക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ ഒരു തോരനും കൂടെ വെക്കുന്നുണ്ട്. അത് ഈ ചീരയാണ് ഞാനിന്ന് തോരൻ വെക്കുന്നത്. ഇതിനെ ഞങ്ങൾ വേലിച്ചീര എന്നാണ് പറയുന്നത്. പിന്നെ ഒരുപാട് പേരുകൾ കേട്ടിട്ടുണ്ട്. മൈസൂർ ചീര, പിന്നെ മൾട്ടി വിറ്റാമിൻ ചീര, അങ്ങനെയൊക്കെ ഒരുപാട് പേരുകൾ കേട്ടിട്ടുണ്ട്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ചീരയും കൂടെയാണിത്. പിന്നെ ഞങ്ങൾ ഇതിനെ കമ്മൽ ചീര എന്നൊക്കെ വിളിക്കും. കാരണം ഇതിൻ്റെ പൂവ് ഉണ്ടല്ലോ, പൂവ് ഒരു ഉണ്ടല്ലോ, അതിൻ്റെ ആ വിത്ത് പോലത്തെ ഒരു കായ്, അതൊക്കെ ഞങ്ങളിങ്ങനെ കമ്മലായിട്ട് മൂക്കുത്തിയായിട്ടൊക്കെ ഇങ്ങനെ കളിക്കുന്ന സമയത്ത് ചെറുപ്പത്തിൽ വെക്കുമായിരുന്നു. അപ്പോൾ ഞാനിതിൻ്റെ ഇലയെല്ലാം പറിച്ചെടുക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ തണ്ടും ഇലകളുമാണ് ഞങ്ങൾ തോരൻ വെക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത്രയും ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി ഇനിയൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഞങ്ങൾക്ക് ഓരോ തോരനൊക്കെ ഉള്ളതായിട്ടുണ്ട്, അത്രേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാനെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ചില സമയത്ത് അമ്മയൊക്കെ ആക്കി തരുമ്പോൾ ഇതിനകത്ത് ചക്കക്കുരുവൊക്കെ നൈസായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ടിട്ട് അങ്ങനെ തോരൻ വെച്ച് തരാറുണ്ട്. പിന്നെ ചില സമയം മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ചിക്കിയിട്ട് അങ്ങനെ തോരൻ വെച്ച് തരാറുണ്ട്. പിന്നെ ഞാൻ ചില സമയം തോരൻ വെക്കുമ്പോൾ ഒന്നും തേങ്ങയൊക്കെ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ചതച്ചിങ്ങനെ ക്രഷ് ചെയ്തിട്ട് നമ്മൾ എടുക്കുമല്ലോ, അങ്ങനെ അരയ്ക്കാറുണ്ട്. ഇതിപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ തേങ്ങയും മുളകും എല്ലാം കൂടി ഇതിനകത്തേക്ക് ഇട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഞാനെല്ലാം അങ്ങനെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ചീര അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ അതിനകത്തേക്ക് കുറച്ച് തേങ്ങ, ഒരു 4-5 ചെറിയുള്ളി, പിന്നെ കാന്താരി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതും അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ടൊന്ന് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കുന്നുണ്ട്. നമ്മളിതെല്ലാം കൂട്ടി ഒന്ന് തിരുമ്മി വെക്കുന്ന സമയത്ത് ആ ഇലയിലേക്കെല്ലാം ഉപ്പും മഞ്ഞളും ഒക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു വന്നോളും, ഉള്ളിയിലും ഇലയിലും ഒക്കെ. അതുകൊണ്ടാണ് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നത്. ഞാനിതിൽ തോരൻ വെക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. വെള്ളം ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് തോന്നാറില്ല എനിക്ക്. അതുകൊണ്ട് ഞാൻ തോരൻ വെക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കാറില്ല. ആവിയിലിട്ട് തന്നെ ഇങ്ങനെ 2-3 പ്രാവശ്യം ഇളക്കിയാണ് ആക്കിയെടുക്കുന്നത്. ഞാനൊരു കുറച്ച് വെളിച്ചെണ്ണ ഒരു ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ച് കടുക് വറുക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അമ്മയൊക്കെ അരി ഇട്ടിട്ട് കടുക് ഇങ്ങനെ പൊട്ടിക്കുന്ന കാണാം. അപ്പോൾ എനിക്കത് ഓർമ്മയില്ല. ഞാൻ വേഗം കടുകിട്ട് അങ്ങ് ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ അതിനകത്തേക്ക് 2-3 ചെറിയുള്ളി അരിഞ്ഞിട്ടിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഉള്ളി മൂപ്പിച്ച് കഴിഞ്ഞാൽ അതിനകത്തേക്ക് കുറച്ച് വറ്റൽമുളക്, ഒരു 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നു. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് പിന്നെ തേങ്ങായും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പം ചീര ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി തട്ടിപ്പൊത്തി വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് വെള്ളം ഒഴിക്കുന്നില്ല ഇനി. അപ്പം ഇത് അടിക്കൊന്നും പിടിക്കാതെ ഇങ്ങനെ ഒരു 2-3 പ്രാവശ്യം വെച്ച് ഇങ്ങനെ ഒന്ന് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. ഒന്ന് ആവി കയറിയാൽ മതി, അന്നേരത്തേക്ക് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഒരു 2-3 പ്രാവശ്യം ഇങ്ങനെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്ത് അതിന് ശേഷം ഒന്ന് തുറന്ന് വെച്ചിട്ട് കുറച്ച് നേരം അടിക്കൊന്നും പിടിക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ് കഴിക്കാനും. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ ചീരത്തോരൻ. ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും തന്നെ ഇഷ്ടമാണ്. അതേപോലെ ചക്കക്കുരു ഇട്ടിട്ടൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ് ഈ ചീര. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ഇലയാണ് ഈ ചീര. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണേ. താങ്ക് യു.